ഹലോ ഫ്രണ്ട്സ്, വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഒരു ജാതി മതം ഒന്നും അവിടെ കാണാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ അബ്ദുറഹീമുക്കയും ഉമ്മയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗം. അവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം അത് നമുക്ക് കാണണം അല്ലേ. ആ ഒരു ഉമ്മക്ക് കണ്ണു നിറയെ ആ ഒരു മകനെ കാണണം എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ ഓരോ മലയാളികളും. ആ ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നു. സൗദി ജയിലിൽ വെച്ചിട്ട് ഉമ്മയും അതുപോലെ തന്നെ അബ്ദുറഹീമുക്കയും തമ്മിൽ നേരിട്ട് കണ്ടിരിക്കുന്നു. ഏകദേശം അരമണിക്കൂറോളം അവരൊരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്. ഉമ്മ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അബ്ദുറഹീമിനെ കണ്ട് ഉമ്മ ഫാത്തിമ ഏറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഫാത്തിമ മകനെ കണ്ടത്. കഴിഞ്ഞ ദിവസം സൗദിയിലെ ജയിലിൽ ഫാത്തിമ എത്തിയിരുന്നുവെങ്കിലും അബ്ദുറഹീം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി ജലീൽ കണ്ണമംഗലമുണ്ട്. ജലീൽ, കഴിഞ്ഞ എത്രയോ നാളുകളായുള്ള ഉമ്മയുടെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിരുന്നില്ല, അതിൽ വിഷമത്തിലായിരുന്നു ഉമ്മ. ഇന്നിപ്പോൾ ആ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായി. വിവരങ്ങൾ എന്താണ്? അനുജ, സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട് ഏറെ സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അബ്ദുറഹീമിന്റെ ഉമ്മ ജയിലിലെത്തി മകനെ കണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ആയിരുന്നു ഈ കൂടിക്കാഴ്ച. ഏതാണ്ട് അരമണിക്കൂറോളം അബ്ദുറഹീമുമായി ഉമ്മ സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, സന്തോഷം പങ്കുവച്ചു. അബ്ദുറഹീമിന്റെ സഹോദരനും അമ്മാവനും കൂടെ ഉണ്ടായിരുന്നു. അസീർ ഗവർണറുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ അഷ്റഫ് പിറ്റിച്ചളി ജയിലിൽ പോയി അബ്ദുറഹീമിനെ സന്ദർശിച്ചിരുന്നു. ഉമ്മയെ കാണാൻ ആ സമയം അബ്ദുറഹീം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശേഷമാണ് ഉമ്മയെ റിയാദിൽ ഉള്ള ഉമ്മയെ ജയിലിൽ എത്തിച്ചത്. നേരത്തെ ഉമ്മ ജയിലിൽ എത്തിയപ്പോൾ മകനെ കാണാൻ സാധിച്ചിരുന്നില്ല. ആ പ്രയാസം ഉമ്മക്കുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അലിഞ്ഞ് ഇല്ലാതായി. 18 വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയും മകനും തമ്മിൽ അബ്ദുറഹീമക്കാനെ കുറിച്ചിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ, അവർ തമ്മിൽ കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു. ആ ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചു. ആ ഉമ്മയുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ. ഏതൊരു മകനെയും നമ്മൾ എന്താ പറയുക, നമുക്ക് ഒരു വർഷം തന്നെ അല്ലേ നമ്മുടെ കുട്ടിയെ ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു 10 മാസം കൊണ്ട് നമ്മൾ ആ ഒരു കാണുന്ന ആ ഒരു നിമിഷം അല്ലേ, നമ്മളെല്ലാ വേദനയും മറന്നിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ, നമ്മൾ അത്രയും വേദന സഹിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുകയാണെങ്കിൽ എല്ലാ വേദനയും നമ്മൾ മറന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ 18-19 വർഷത്തോളം കാണാത്ത ഒരു മകനെ കാണുന്ന ആ ഒരു ഉമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മയുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളവർ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു നിമിഷമായിട്ട് ആ ഉമ്മ ആ ഒരു നിമിഷത്തെ കാണുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും ഉമ്മയെ പോലെ തന്നെ നമ്മൾ ഓരോ മലയാളികളും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. ഇപ്പം നമുക്ക് ഉമ്മയുടെ ആ ഒരു മുഖം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട്. ആ കരഞ്ഞു തളർന്ന മുഖത്തിൽ നിന്ന് ആ ചിരിക്കുന്ന ഒരു ഉമ്മയുടെ മുഖം കൂടി ഒന്ന് കാണാം. പോയിട്ട് റഹീമിനെ കണ്ടു. അബഹ അമീറിന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ അഷ്റഫ് കുറ്റിച്ചാലും ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ്, അബഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് ജയിലിൽ സന്ദർശിച്ചത്. റഹീമിനെ കണ്ടവരൊക്കെ ഉമ്മ കണ്ടു, കെട്ടിപ്പിടിച്ചു. ഞാനും അമ്മാവനും ഒപ്പം ഉണ്ടായിരുന്നു. അരമണിക്കൂറിലധികം നമ്മൾ അവിടെ ചിലവഴിച്ചു. ചായയും ഒക്കെ വെള്ളവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് റഹീമിനോട് യാത്ര പറഞ്ഞ് പോകുന്നത്. ഒരാഴ്ചക്കകം തന്നെ അടുത്ത സിറ്റിങ്ങോട് കൂടി തന്നെ റഹീമിന്റെ മോചനം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളവിടെ റഹീമിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുന്ന വഴി ഇന്ത്യൻ എംബസിയിൽ നമ്മൾ കയറി. അവിടെ ഡെപ്യൂട്ടി അംബാസഡർ അബു മാത്യു ജോർജ്, അതുപോലെ വെൽഫെയർ ഓഫീസർ മൊയിൻ അക്തർ, ജയിൽ ഓഫീസർ രാജീവ് സിക്കിരി, യൂസുഫ് കാക്കഞ്ചേരി, നമ്മളെ പവർട്ടോണി, സിദ്ദീഖ് തൂവർ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അവരോടൊക്കെ നമ്മൾ നന്ദിയും ഇത് അറിയിക്കാനായിരുന്നു പോയിരുന്നത്. എല്ലാവരും നന്ദിയും കടപ്പാടൊക്കെ അറിയിച്ചു. അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും റഹീമിന് വേണ്ടി ഇത്രയും വർഷം 18 വർഷം വർക്ക് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇതോടൊപ്പം തന്നെ ഇത്രയും കാലം നമ്മോടൊപ്പം നിന്ന് നമ്മോട് സഹകരിച്ച എല്ലാവരോടും, ഇപ്പൊ റഹീമിനെ കാണാൻ ദൈവം അനുഗ്രഹിച്ച് ഇവിടെ എത്തിച്ച് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി നമ്മോടൊപ്പം നിന്ന എല്ലാവരോടും കടപ്പാട് അറിയിക്കുകയാണ്, നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ മോനെ കണ്ട് അവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കൊണ്ടുപോയി തന്ന് ഓനും ഞാനിപ്പോൾ ചായ കുടിച്ച് ഓൻ്റെ കൈ കൊണ്ടിച്ച് തന്ന് ഞാൻ അതേമാതിരി ഓരോ വാര് വെച്ച് കൊടുത്ത് ഓനും കുടിച്ച് സമാധാനത്തിൽ പിരിഞ്ഞതാ പോകുന്നു. പോരുകയാണിപ്പോൾ കുട്ടിയിട്ട് കളിച്ച് എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടീൻ്റെ അടുത്ത് കെട്ടി കിട്ടട്ടെ പോയിട്ട് പറഞ്ഞു പോകണം. എത്രമാത്രം സന്തോഷം ആ ഉമ്മയുടെ മുഖത്തുണ്ട് എന്നല്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. കരഞ്ഞു മാത്രം കണ്ടിരുന്ന ആ ഒരു ഉമ്മയുടെ മുഖത്തുള്ള ഒരു സന്തോഷം, ആ കണ്ണിലുള്ള ഒരു സന്തോഷമല്ല, അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മലയാളികളും എല്ലാവരും കൂടിയിട്ട് പിരിച്ചെടുത്ത് ആ ഒരു തുക കൊടുത്തത്. ആ ഉമ്മയുടെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി, ആ കണ്ണിലുള്ള ഒരു തിളക്കം കാണാൻ വേണ്ടിയിട്ട്.
ഇന്ന് നമ്മൾ ഒരുപാട് നാളത്തെ ആ ഒരു കാത്തിരിപ്പാണ് അല്ലേ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നിപ്പോൾ കണ്ടതുപോലെ തന്നെ ഇനി എന്നും കണ്ണിറയെ ഉമ്മാക്ക് ആ ഒരു മകനെ കാണാൻ വേണ്ടി പറ്റട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ അല്ലേ ആ ഒരു മകനെ ഉമ്മാക്ക് എന്താ പറയുക കുറേ നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു വിധി എത്രയും പെട്ടെന്ന് വന്നു ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ ഒരു ഉമ്മയുടെ കണ്ണിലെ സന്തോഷം കണ്ടപ്പോൾ അത്രയും സന്തോഷം തോന്നിയിട്ടാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കല്ലേ, എത്രയും നാളത്തെ ഒരു കാത്തിരിപ്പാണ് ഉമ്മയുടെ. അപ്പോൾ ഒരു അരമണിക്കൂർ തൻ്റെ മകനൊന്ന് കാണാൻ പറ്റി, ഒന്ന് കെട്ടിപ്പിടിച്ച് ആ ഒരു നെറ്റിയിൽ ഉമ്മ വെക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഉമ്മമാരുടെയും ജീവിച്ചിരിക്കുന്ന ഒരു സ്വപ്നമായിരിക്കും അത് അല്ലേ. തൻ്റെ മകനെ ഇത്രയും വർഷം കാണാതിരുന്ന ആ ഒരു മകനെ കണ്ണിറങ്ങി കാണുക എന്നുള്ളത് ആ ഒരു നിമിഷം സാധ്യമാക്കി കൊടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു പൈസ പിരിച്ചു കൊടുത്ത നമ്മൾ മലയാളികൾ തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്.